ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഭയങ്കര വൈറലായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ആരാന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അതെ അതെ. ആ ശബ്ദത്തിലൊന്ന് സംസാരിക്കാവോ? നമ്മുടെ പേര് റഷീദ് കടവന്തറ. അപ്പോൾ ഈ ശരിക്കത്തെ പേര് പ്രവീൺ എന്നല്ലേ? അപ്പോൾ ഈ റഷീദ് എന്ന് പറഞ്ഞൊരു പേര് എങ്ങനെ? പേര് പ്രവീൺ എന്നാണ്, സ്ഥലം ചേർത്തലയാണ്. റഷീദ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ഒരു ശബ്ദത്തിന് നൽകാൻ പറ്റിയൊരു പേര് അതേ കിട്ടിയുള്ളൂ. കാര്യം ഞാൻ കൊച്ചിയിൽ ബാർ ഫീൽഡായിരുന്നു എൻ്റെ ഒരു ചെറുപ്പകാലത്ത്. അപ്പോൾ ആ സമയത്ത് ആ ബാറിൽ ജോലി എടുത്തിരുന്ന സമയത്ത് അവിടെ കുറേ ഇക്കാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ നമ്മളെ കാണുമ്പോൾ സ്നേഹം കൊണ്ടായാലും മേൽ തട്ടിയൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്താ മോനെ സുഖമാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സംസാര രീതിയും പിന്നെ ഈ ചാനലുകളിലൊക്കെ കേൾക്കാറില്ലേ ഇക്കാക്കന്മാർ, അപ്പോൾ അവരുടെ ശബ്ദം എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കലർത്തി ഞാൻ അങ്ങനെ ഒരു സംഭവം അഴിച്ചിറക്കിയതാണ്. ഇപ്പോൾ ഒരു 13 വർഷത്തോളമായിട്ടുണ്ട് കർണാടകത്തിൽ ജോലി എടുക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ഫോണിൽ ഡബിൾ റോള് കാണിച്ച് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ഒരു വൈറലായ കോണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയതാണോ? അങ്ങനെ സ്റ്റാർട്ടിങ് എന്നുള്ളൊരു ഇതിനല്ല, അത് നമ്മൾ കൂട്ടുകാരെല്ലാം ആയിട്ടിരുന്ന സമയത്ത് കർണാടകയിലായിരുന്നു വർക്ക്, ജോലി ബോട്ടിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഫോണിൽ തന്നെ ഈ ഡബിൾ ശബ്ദം 2 ശബ്ദം ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു വോയിസാണത്. ഞാൻ പോലും പറഞ്ഞില്ല, അത് ഒരു 10-13 കൊല്ലത്തിന് ഇപ്പുറമാണ് ഞങ്ങളൊരു ടൂറിന് പോയിരുന്ന സമയത്ത് ഈ സാധനം പിള്ളേരിത് കേൾക്കുന്നത്. അപ്പോൾ അവർക്കും അറിയില്ല ഞാനാണെന്ന് കേട്ടോ. അങ്ങനെ അവർ കേട്ട് ഞങ്ങളൊരു മുറിയിലായിരുന്നു. അവർ പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു ബെഡിൽ തന്നെ ഞങ്ങൾ 3-4 കൂട്ടുകാർ കിടക്കും. ആ കൂട്ടത്തിലൊരു ചെറിയ പയ്യനെ ഇതിനെ കേൾപ്പിച്ചു തന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കാക്ക വോയിസ് വൈറലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ വോയിസ് അവൻ്റെ ചവിട്ടിൽ കേൾപ്പിച്ചു എനിക്ക്. അതിൻ്റെ ചവിട്ടിൽ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഫോക്കായി പോയില്ലേ, അവൻ ബെഡ്ഷീറ്റ് മേത്ത് വന്നാൽ കെട്ടിയാന്ന് കിടന്ന് പേടിച്ചിട്ട് സംഭവം കൊണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതും കൂടെ ഇമേജും കൂടെ വരുന്ന, കാരണം ഇത് നല്ലൊരു സംഭവം അല്ലല്ലോ. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തന്നെയല്ലേ. അപ്പോൾ പക്ഷേ ഇതിൽ ആ ഒരു വോയിസ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു സംസാര രീതി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 2 ശബ്ദം കൂടി ചെയ്ത ഒരു മോണോ ആക്ട് എന്നുള്ള രീതിയിൽ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ചെയ്തു എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ പോയത്. പിന്നെ ഈ വൈറലായപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് മാത്രമാണല്ലോ വൈറലായത്, ആ ശബ്ദത്തിൻ്റെ ഉടമയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷനോ ഒന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വൈറലായപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഞാനത് ഒരു കൂട്ടുകാരുമായിട്ടിരുന്നപ്പോൾ ഒരു കമ്പനി പുറത്ത് ചെയ്തതാണ്. പക്ഷെ അത് വൈറലാക്കണം, അത് എല്ലായിടത്തായിട്ട് ഇറങ്ങി പോകണമെന്ന രീതിയിൽ ചെയ്തതല്ല. അത് ഫേസ്ബുക്കിൻ്റെ ഏതൊരു FFC അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ പേജ്, അതിനകത്തുകൂടി ഇത് പുറത്ത് വന്നിട്ടാണ് കൂട്ടുകാർ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് സാധനം ഇങ്ങനെ വൈറലായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇന്ന ആൾ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് വോയിസ് ചെയ്ത് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അറിയാൻ പറ്റി ഇന്നതാണ് നമ്മൾ ചെയ്ത കാര്യം. അല്ലാണ്ട് അധികം പേർക്ക് എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ ഇതും ഉണ്ടായിട്ടില്ല ചെയ്ത്. പിന്നെ കുറച്ച് വെബ് സീരീസ് വന്നേക്കാം, പിന്നെ ഒരു സോങ്ങൊക്കെ ചെയ്തിരുന്നു. അടുത്തുള്ള ഒരു 2 പിള്ളേരെ വെച്ചിട്ട് വിജോ GT എന്ന് പറഞ്ഞിട്ടൊരു DJ പ്ലെയർ ഉണ്ട്, പുള്ളിക്കാരൻ ഒരു സംഭവം ചെയ്ത അവൻ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് ഞാൻ പാട്ട് പാടിയിട്ട് വാ പുള്ളേ വാ വാ എന്ന് പറഞ്ഞൊരു പാട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിവിടെ വയറ്റിലുള്ള ഒരാളായത്.